നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മളെ കമ്പ്യൂട്ടറിന്റെയോ ലാപ്ടോപ്പിന്റെയോ ഒക്കെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് സ്ക്രീൻ റെക്കോർഡിംഗ് ചെയ്യാൻ മാത്രമല്ല, ബേസിക് ആയിട്ടുള്ള എഡിറ്റിംഗ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അതായത് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത ഫയൽ നമുക്ക് എഡിറ്റ് ചെയ്തുകൊണ്ട് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഒരുപാട് ഫീച്ചേഴ്സ് ഒക്കെ ഈ ഒരു സ്ക്രീൻ റെക്കോർഡറിലുണ്ട്. ഈ ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്നുകൊണ്ട് ട്രൈ ഇറ്റ് ഫ്രീയിൽ ക്ലിക്ക് ചെയ്ത് ഇതിന്റെ ഫ്രീ വേർഷൻ ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നിന്ന് മനസ്സിലാക്കാനും സാധിക്കും. ഞാൻ ഓൾറെഡി ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക. ഇതാണ് ഞാൻ ഡൗൺലോഡ് ചെയ്ത സോഫ്റ്റ്വെയർ. ഹിപ്പോ സ്ക്രീൻ റെക്കോർഡർ എന്നാണ് ഈ സോഫ്റ്റ്വെയറിന്റെ പേര്. ഇത് ഓപ്പൺ ആയി കഴിയുമ്പോൾ ഇങ്ങനൊരു ഇന്റർഫേസ് ആയിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഇവിടെ നമുക്ക് സ്ക്രീൻ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് നമ്മൾ സ്ക്രീൻ റെക്കോർഡിംഗ് ചെയ്യുന്നത്. അതിന് മുമ്പായിട്ട് ഇവിടെ കുറെ ടെംപ്ലേറ്റ്സും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കാം. ഹിസ്റ്ററിയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് റെക്കോർഡ് ചെയ്ത ഹിസ്റ്ററി നമുക്ക് ഇവിടെ വന്ന് എടുക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് സ്ക്രീൻ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്ത് സ്ക്രീൻ റെക്കോർഡിംഗ് എങ്ങനെ ചെയ്യാൻ സാധിക്കുമെന്ന് നോക്കാം. ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനൊരു ഇന്റർഫേസ് ആയിരിക്കും നമുക്ക് ലഭിക്കുക. ഇവിടെ നിന്ന് നമുക്ക് സ്ക്രീനിന്റെ ഏത് ഭാഗമാണോ റെക്കോർഡ് ചെയ്യേണ്ടത് ആദ്യം അത് നമ്മൾ ഇങ്ങനെ സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു പോപ്പപ്പ് നമുക്ക് ലഭിക്കും. ഇവിടെ നിന്ന് നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ എല്ലാ രീതിയിലും സെറ്റ് ചെയ്യാനായിട്ടും സാധിക്കും. ആദ്യം നമുക്ക് ഇതിൽ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നതെന്ന് നോക്കാം. റെക്കോർഡ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഇവിടെ സ്റ്റാർട്ട് എന്നുള്ള ഈ റെഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ആവും. അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിലെ സെറ്റിംഗ്സുകൾ ഒന്ന് മനസ്സിലാക്കണം. രണ്ടാമത്തെ ഓപ്ഷൻ സ്ക്രീൻ ഷോട്ട് ആണ്. നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ഇതേപോലെ സ്ക്രീൻഷോട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് സ്ക്രീൻഷോട്ട് എടുക്കാം. അത് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് സേവ് ആവുകയും ഇവിടെ നിന്ന് നമുക്ക് ഇങ്ങനെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓപ്പൺ ആക്കി നോക്കാൻ സാധിക്കുകയും ചെയ്യും. അതിന്റെ അടുത്തായിട്ടുള്ള ഓപ്ഷനാണ് പിക്ചർ ഇൻ പിക്ചർ എന്ന് പറയുന്ന ഓപ്ഷൻ. ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ നമ്മുടെ കമ്പ്യൂട്ടറിന്റെ വെബ് ക്യാം ഓപ്പൺ ആയി വരും. അപ്പൊ നമുക്ക് ഈ രീതിയിൽ വെബ് ക്യാം പലയിടങ്ങളിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചുകൊണ്ട് ഉപയോഗിക്കാൻ സാധിക്കും. മിറർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മിറർ ചെയ്യാനായിട്ടൊക്കെ സാധിക്കുന്ന ഒരു ഫീച്ചറാണ്. അപ്പം വെബ് ക്യാം വെച്ചിട്ടാണ് നിങ്ങൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ വളരെ അത്യാവശ്യമാവും. അതിന്റെ അടുത്തായിട്ട് ഡ്രോ എന്ന് പറയുന്ന ഒരു സെക്ഷനാണ്. ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറേയധികം ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ പെന്ന് കിട്ടും. അതായത് നമ്മൾ എന്തെങ്കിലും സ്ക്രീനിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ ഒന്ന് അത് നോട്ട് ചെയ്ത് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഈ ഒരു പെന്നിന്റെ ഐക്കൺ യൂസ് ചെയ്യാം. അതിനടുത്തായിട്ടാണ് ഹൈലൈറ്റ് എന്നുള്ള സെക്ഷൻ കൊടുത്തിരിക്കുന്നത്. നമ്മളിപ്പം സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഇതേപോലെ ഹൈലൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ആരോ ഉപയോഗിച്ചാണ് നമുക്കത് കാണിക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആരോ ഒരുപാട് കൊടുത്തിട്ടുണ്ട്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമാണ്. സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്നൊരു കാര്യം നമുക്ക് നോട്ട് ചെയ്ത് ഒരാളെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാനായിട്ട് ഈ ആരോസ് ഇങ്ങനെ ഉപയോഗിക്കാൻ സാധിക്കും. പല കളറിൽ നമുക്ക് ഇതേപോലെ ആരോ ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പൊ ഇതെങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കേണ്ടതെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനി നമ്മൾ ചെയ്ത കാര്യങ്ങൾ അൺഡു ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് ചെയ്യാം. മൊത്തം ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഒറ്റ ക്ലിക്കിൽ നമുക്ക് ഇങ്ങനെ ഡിലീറ്റ് ചെയ്യാനും സാധിക്കും. അതിനോടൊപ്പം തന്നെ ക്യാപ്ചർ മൗസ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് മൗസിന്റെ കർസർ നമുക്ക് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റും. നോക്കാം, ഇവിടെ പല കളറിൽ ഇതേപോലെ നമുക്ക് കർസർ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തത് ഓഡിയോ സെറ്റിംഗ്സ് ആണ്. ഡിസേബിൾ സ്പീക്കർ എന്നുള്ള ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്പീക്കർ നമുക്ക് ഡിസേബിൾ ചെയ്യാൻ സാധിക്കും. മൈക്രോഫോൺ ഡിസേബിൾ ചെയ്യണോ എനേബിൾ ചെയ്യണോ എന്നുള്ളത് ഇവിടെ നിന്ന് സെറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഡിസേബിൾ ക്യാമറ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറ, അതായത് വെബ് ക്യാം ഡിസേബിൾ ചെയ്യാനും എനേബിൾ ചെയ്യാനും സാധിക്കും. പിന്നെ അതിന്റെ അടുത്തായിട്ടുള്ള ഓപ്ഷനാണ് ടാസ്ക് എന്ന് പറയുന്ന ഓപ്ഷൻ. ടാസ്കിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഇവിടെ നിന്ന് ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്തുകൊണ്ട് റെക്കോർഡിംഗ് നമുക്ക് ഷെഡ്യൂൾ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതിനുശേഷം നമുക്ക് ഇതിന്റെ സെറ്റിംഗ്സുകളൂടെ ഒന്ന് നോക്കിയതിന് ശേഷം എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നതെന്ന് നോക്കാം. സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കുറേ ഓപ്ഷൻസ് ലഭിക്കും. ഹാർഡ്വെയർ ആക്സിലറേഷൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എനേബിൾ ഡിസേബിൾ ചെയ്യാൻ പറ്റും. ഫ്രെയിം റേറ്റ് എത്ര വേണമെന്നുള്ളത് ഇവിടെ ഒന്ന് സെറ്റ് ചെയ്യാം. റെസൊല്യൂഷൻ എത്ര വേണമെന്നുള്ളത് സെറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഔട്ട്പുട്ട് ഫോർമാറ്റ് ഏതാണ്, MKV ഉണ്ട്, MP4 ഉണ്ട്. നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് MP4 ആണ്. അപ്പോൾ MP4 തന്നെ സെലക്ട് ചെയ്യുക. ഔട്ട്പുട്ട് ലൊക്കേഷൻ ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യുക. ഈ ഒരു ഫയൽ എങ്ങോട്ടാണ് സേവ് ചെയ്യേണ്ടതെന്നുള്ളതും ഇവിടെ ഒന്ന് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം തന്നെ ഇവിടെ ഈ സെറ്റിംഗ്സിൽ ഓഡിയോ എന്ന് പറയുന്ന സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓഡിയോ ട്രാക്ക് സെപ്പറേറ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യണോ അതോ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സ്ക്രീൻ റെക്കോർഡിങ്ങിന് ആ വീഡിയോടൊപ്പം തന്നെ റെക്കോർഡ് ചെയ്യണോ എന്നുള്ളത് ഇവിടെ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എഫക്ട്സ് ഉണ്ട്. ടാസ്ക് ഓൾറെഡി നമ്മൾ നോക്കിയ കാര്യമാണ്. പിന്നെ ഇവിടെ ഹോട്ട് കീസിൽ വന്നു കഴിഞ്ഞാൽ ഈ ഹോട്ട് കീ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ കാണിച്ചിരിക്കുന്ന എല്ലാ കീസും വർക്ക് ആവും. അതായത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനും ഒക്കെ ഷോർട്ട് കട്ടുകൾ ഇവിടെ നൽകിയിട്ടുണ്ട്. ഇതൊന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഷോർട്ട് കട്ട്സ് യൂസ് ചെയ്യാനും സാധിക്കും. അപ്പം ഇത്രയും ആണ് ഇതിൻ്റെ അതിലെ സെറ്റിംഗ്സുകളായിട്ടുള്ളത്. ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും ഈ ഒരു സോഫ്റ്റ്വെയറിലില്ല. വളരെ ഈസി ആയിട്ട് നമുക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാനുള്ള എല്ലാ സൗകര്യവും ഈ ഒരു സോഫ്റ്റ്വെയറിലുണ്ട്. ഇനി നമുക്കൊന്ന് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് നോക്കാം. അതിന് മുമ്പായിട്ട് ഞാനിത് ഫുൾ സ്ക്രീനിലേക്ക് കൊണ്ടുവരികയാണ്. ഇപ്പൊ ഇത് ഫുൾ സ്ക്രീൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ സ്റ്റാർട്ട് റെക്കോർഡിംഗിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പൊ ഇവിടെ നോക്കുക, റെക്കോർഡിംഗ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു പേജിലേക്ക് വരാം. നോക്കുക, നമ്മൾ ആ സെയിം വെബ്സൈറ്റിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള വെബ്സൈറ്റിൽ ഇതിലെ ഓപ്ഷൻസ് ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. നമുക്ക് ആദ്യം ഡ്രോ സെക്ഷനിലേക്ക് വന്നിട്ട് എന്തെങ്കിലും ഒന്ന് ഇതേപോലെ ഡ്രോ ചെയ്യാൻ നോക്കുക. ഇതൊന്ന് ഡ്രോ ചെയ്തു. അതിനുശേഷം നമുക്ക് എന്തെങ്കിലും ഹൈലൈറ്റ് ചെയ്ത് നോക്കാം. നോക്കുക, ഈ രീതിയിൽ ഹൈലൈറ്റ് ചെയ്യാം. നമ്മുടെ ആരോ എടുത്തിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് ആരോ വെച്ചിട്ടൊന്ന് നോട്ട് ചെയ്യാം. അപ്പൊ ഇതേപോലെ നമ്മൾ ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമുക്ക് ഇങ്ങനെ ഓരോ ഓപ്ഷൻസ് ഇതിൽ നൽകിയിരിക്കുന്ന ഫീച്ചേഴ്സ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. നമ്മൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന
ഇരിക്കുന്ന സമയത്ത് വെബ് ക്യാം നമുക്ക് എനേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ഇവിടെ ഒന്നും സാധിക്കും. വളരെ ഈസി ആയിട്ട് ഇതേപോലെ വെബ് ക്യാം എനേബിൾ ചെയ്യാനായിട്ട് പറ്റും. ഞാനിവിടെ വെബ് ക്യാം എനേബിൾ ചെയ്തിട്ടുണ്ട്. ഡിസേബിൾ ചെയ്യണമെങ്കിൽ അത് സാധിക്കുന്നതാണ് സ്ക്രീൻ റെക്കോർഡിങ്ങിന്റെ ടൈമിൽ. ഇതെല്ലാം നമ്മൾ ചെയ്ത് കഴിഞ്ഞ് റെക്കോർഡിംഗ് എല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ ബട്ടണിൽ തന്നെ റെഡ് ബട്ടണിൽ തന്നെ ക്ലിക്ക് ചെയ്തുകൊണ്ട് റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്യാനായിട്ടും സാധിക്കും. റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു പോപ്പപ്പ് നമുക്കിവിടെ വരും. ഇതിൽ നിന്ന് നമുക്ക് പ്ലേ ചെയ്ത് നോക്കാൻ പറ്റും നമ്മളിപ്പം റെക്കോർഡ് ചെയ്ത കാര്യങ്ങൾ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. അതിനുശേഷം നമുക്ക് ഇതിൽ എന്തെങ്കിലും ചെറിയ ബേസിക് ആയിട്ടുള്ള എഡിറ്റിംഗ് ചെയ്യണമെങ്കിൽ ഈ ഒരു എഡിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നമുക്കിത് എഡിറ്റ് ചെയ്യാനായിട്ടും സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഒത്തിരി എഡിറ്റിംഗ് ഒന്നുമില്ല. സിമ്പിൾ ആയിട്ടുള്ള കട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതേപോലെ നൽകിയിട്ടുണ്ട്. നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ ക്രോപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ റീസൈസ് ചെയ്യണമെങ്കിൽ റീസൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അഡ്ജസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബ്രൈറ്റ്നസ് കൂട്ടാനും കുറയ്ക്കാനും റെസൊല്യൂഷൻ കൂട്ടാനും കുറയ്ക്കാനും ഷാർപ്നെസ് കൂട്ടാനും കുറയ്ക്കാനും അങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. പിന്നെ റൊട്ടേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഇത് റൊട്ടേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും നൽകിയിട്ടുണ്ട്. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് നമുക്കിവിടെ എക്സ്പോർട്ട് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫയൽ നമ്മളുടെ കമ്പ്യൂട്ടറിലേക്ക് ഇങ്ങനെ എക്സ്പോർട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഓക്കെ, ഫയൽ ഇപ്പം എക്സ്പോർട്ട് ആയിട്ടുണ്ട്. ജസ്റ്റ് വ്യൂവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എവിടേക്കാണോ സേവ് ആയിരിക്കുന്നത് അവിടെ നമുക്ക് ഇങ്ങനെ പ്ലേ ചെയ്യാനായിട്ട് സാധിക്കും. ഞാനിത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടാണ് സേവ് ചെയ്തത്. എഡിറ്റ് ചെയ്ത സമയത്ത് നമ്മൾ ആ ഒരു എഡിറ്റിംഗ് ടൈമിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു അതൊക്കെ തന്നെ ഇവിടെ കാണിക്കുന്നുണ്ട്. നമുക്ക് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ പ്രോപ്പർ ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയാനായിട്ടുള്ളത്. ഇതിനു മുമ്പ് ഞാൻ റെക്കോർഡ് ചെയ്ത ആ ഒരു ഫയലാണിത്. നോക്കുക, ഇതിനു മുമ്പ് റെക്കോർഡ് ചെയ്ത് നോക്കിയതാണ് ഇത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം. ആ ഒരു ഫയലാണ് ഇവിടെ ഈ കാണുന്നത്. അപ്പൊ ഇങ്ങനെ ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് കമ്പ്യൂട്ടറിന്റെയും ലാപ്ടോപ്പിന്റെയും ഒക്കെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും. വീഡിയോ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിന്റെ ഫ്രീ വെർഷൻ അധികം ദിവസം നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ബൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് എത്ര രൂപയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒരു മാസത്തേക്കോ ഒരു വർഷത്തേക്കോ ഒക്കെ തന്നെയായിട്ട് നിങ്ങൾക്ക് ഇത് ബൈ ചെയ്യാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കുക. ഈ ഒരു സോഫ്റ്റ്വെയർ ആവശ്യമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി വീഡിയോ ഒന്ന് ഷെയർ കൂടെ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. ഇതിലും നല്ലൊരു അറിവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.